ജീവിത പങ്കാളി എന്നാൽ എന്താണ് അർത്ഥം? പത്രം വായിക്കുന്ന ഒരു 8ാം ക്ലാസ്സുകാരിയുടെ സംശയമാണ്. ഭാര്യയോ ഭർത്താവോ ആരുമാകാം. അമ്മയുടെ അശ്രദ്ധ അഭിനയിച്ചുള്ള മറുപടി: മകൾ വിടുന്നില്ല. എന്നാൽ പിന്നെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പോരെ? പ്രഷർ കുക്കർ കൂക്കിയത് അന്നേരം അമ്മയുടെ ഭാഗ്യമായി. ആ പേര് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നതിനിടയിൽ അവർ സ്വയം പറഞ്ഞു: ഈശ്വര, ഈ കുട്ടികൾക്ക് എന്തൊക്കെ അറിയണം. അടുത്ത ചോദ്യം അച്ഛനോടാണ്: ആൺസുഹൃത്ത് പെൺസുഹൃത്ത് എന്നൊക്കെ എന്തിനാ പറയുന്നത്? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരെ? അമ്മയെ പോലെ അടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെടാൻ മാർഗമില്ലാത്തത് കൊണ്ട് പത്രം അടക്കി വെച്ച് അച്ഛൻ തിരക്കിട്ട് മൊബൈലിലേക്ക് മുഖം പൂഴ്ത്തി. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചോദിക്കുന്നതിലും ന്യായമുണ്ട്. ക്ലാസുകളിലും പുസ്തകങ്ങളിലും അവർ പഠിച്ച വാക്കുകളുടെ അർത്ഥം ജീവിതത്തിൽ മാറിപ്പോകുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന അങ്കലാപ്പ് ഒട്ടും ചെറുതല്ല. കാലം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. വാക്കുകളുടെ അർത്ഥം മാത്രമല്ല, ബന്ധങ്ങളുടെ ചട്ടക്കൂട് തന്നെ മാറി മറിയുകയാണ്. മുൻപൊക്കെ മനുഷ്യ ബന്ധങ്ങളെ നിർവചിക്കാൻ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയായ ആണും പെണ്ണും ഒന്നിച്ചു ജീവിക്കുന്ന വ്യവസ്ഥക്ക് ദാമ്പത്യം എന്ന പേരുള്ളതുപോലെ ആ ബന്ധത്തിലെ ഇണകൾക്ക് ഭാര്യ ഭർത്താവ് എന്ന പേരും വന്നു ചേർന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ദാമ്പത്യം എന്ന അർത്ഥഗംഭീരമായിരുന്ന വാക്കിന് ഇന്ന് സെറ്റപ്പ്, അറേഞ്ച്മെന്റ് എന്നൊക്കെയുള്ള പര്യായങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. പുതിയ കാല ദാമ്പത്യത്തിന്റെ ചേലും കോലവും ആ വാക്കുകളുടെ അർത്ഥത്തിൽ തന്നെയുണ്ടല്ലോ. അതുപോലെ തന്നെ ഇണ, തുണ എന്നൊക്കെയുള്ള അർത്ഥവത്തായ പര്യായങ്ങൾ ഉണ്ടായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്ന വാക്കോ പങ്കാളി, സഹജീവി, സുഹൃത്ത് എന്നൊക്കെയാണ് ന്യൂജൻ കാലത്തെ വാക്കുകളുടെ പുതിയ അർത്ഥങ്ങൾ. മരിക്കും വരെ താങ്ങും തണലുമായി ജീവിക്കേണ്ട പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ആ ബന്ധത്തിന് ഇന്ന് വന്നു ചേർന്ന അവസ്ഥ നോക്കൂ. എക്കാലവും നിലനിൽക്കേണ്ട ബന്ധം ഇന്ന് വെറുമൊരു തട്ടിക്കൂട്ട് സെറ്റിൽമെന്റായി മാറിയിരിക്കുന്നു. വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ, ആവശ്യമില്ലാത്ത ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ ഏത് നിമിഷവും അത് അവസാനിപ്പിക്കാം. യൂസ് ആൻഡ് ത്രോ പോലെ. ദാമ്പത്യത്തിന്റെ കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? ഇങ്ങനെ പോയാൽ ഭാര്യ ഭർത്താവ് എന്ന പദം തന്നെ നമ്മുടെ നിഘണ്ടുവിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ആൺസുഹൃത്ത് പെൺസുഹൃത്ത് എന്നൊക്കെയാണ്. സുഹൃത്ത് ബന്ധമാവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നോട്ടീസില്ലാതെ പിരിച്ചുവിടുകയോ പിരിഞ്ഞു പോവുകയോ ചെയ്യാമല്ലോ, അല്ലെ? ആണും പെണ്ണും വിവാഹം കഴിക്കാതെ ഒന്നിച്ചു ജീവിക്കുന്ന വൻ നഗരങ്ങളിലും പുതുതലമുറയിലും മാത്രം കാണപ്പെട്ടിരുന്ന ഈ പ്രതിഭാസം നമ്മുടെ നാട്ടിലും നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ബന്ധങ്ങളോടുള്ള സമൂഹത്തിന്റെ മാറി വരുന്ന കാഴ്ചപ്പാടുകളാണ് ഇതിന്റെ എല്ലാം കാരണം. ബന്ധങ്ങൾ ബന്ധനങ്ങളായി നാം കാണുന്നു. ജീവിതമാകുന്ന ഓട്ടത്തിൽ അത് നമുക്കൊരു ഭാരമാകുമെന്ന് നാം പേടിക്കുന്നു. അതുകൊണ്ട് ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക എന്ന തത്വത്തിൽ നാം മുന്നോട്ടു പോകുന്നു. ദമ്പതികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ തകർച്ചക്ക് കാരണം തനിക്ക് താൻ തന്നെ മതി എന്ന ചിന്തയാണ്. എല്ലാ കാര്യത്തിനും താൻ പ്രാപ്തനാണ് എന്ന അമിത ആത്മവിശ്വാസം. ഏത് കാര്യത്തിനായാലും മറ്റൊരാളെ ആശ്രയിക്കുന്നത് ഒരു അപമാനമായി അവർ കരുതുന്നു. തിരക്കു പിടിച്ച ജീവിത സാഹചര്യങ്ങൾ നൽകുന്ന യാന്ത്രികത്വമാണ് മറ്റൊരു കാരണം. സദാസമയവും തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ സെന്റിമെന്റ്സിന് സ്ഥാനമില്ലാതാവുന്നു. നിത്യജീവിതത്തിലെ യാന്ത്രികത ബന്ധങ്ങളെയും പിടികൂടുന്നു. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മടിയാണ് ദാമ്പത്യ തകർച്ചക്കുള്ള മറ്റൊരു കാരണം. ഗർഭം, പ്രസവം, പാരന്റിംഗ് എന്നിങ്ങനെയുള്ള കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ അവർ വെറുക്കുന്നു. അതൊക്കെ ഏറ്റെടുക്കുവാനുള്ള കഴിവുകേടും ഈ മനോഭാവത്തിന് കാരണമാവാം. ഇവർ ആകാശത്തിലെ പറവകൾ പോലെയാണ്. വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ
ആകാശത്തിൽ എത്ര ഉയരത്തിൽ പറക്കുന്ന ഗരുഡനും ഒരു നാൾ മണ്ണിലേക്ക് ഇറങ്ങി വരേണ്ടി വരും. കവി റഫീഖ് അഹമ്മദ് പാടിയ പോലെ മരണമെത്തുന്ന നേരത്ത്